ഹലോ എവ്രി വൺ, വെൽക്കം ടു ക്രാഫ്റ്റ് ആൻഡ് സ്യൂക്കോട്ട്. ക്രാഫ്റ്റ് ആൻഡ് സ്യൂക്കോട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല ഈസി ആയിട്ടുള്ളൊരു പേപ്പർ ഫ്ലവറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ കുട്ടികൾക്കൊക്കെ സ്കൂൾ പ്രോജക്റ്റിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. നമുക്ക് ഷോ കേസിലൊക്കെ ഒരു ഐറ്റമായിട്ട് വെക്കാനും പറ്റും. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, എന്നാൽ ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കളർ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് കളർ പേപ്പർ അല്ല ചാർട്ട് പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു അടപ്പ് ഇതുപോലെ, പിന്നെ പെൻസിൽ വേണം. എൻ്റെ പെൻസിലിൻ്റെ കോലം കണ്ടിട്ട് നോക്കണ്ട, അതെൻ്റെ മോളുടെ പെൻസിലാണ്. പിന്നെ ഷാർപ്നർ കാണാത്തതുകൊണ്ട് ഞാനിതാ ഒരു പേനക്കത്തി വെച്ചിട്ട് ഒക്കെ റെഡിയാക്കി എടുത്തതാണ്. ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് കുറച്ച് സർക്കിൾസാണ് വേണ്ടത്. അപ്പോൾ പേപ്പറും ഞാൻ വേസ്റ്റ് ചെയ്യണില്ല, ഏറ്റവും തലക്കൽ വെച്ചിട്ട് തന്നെ തുടങ്ങുകയാണ്. ഇങ്ങനെ കുറച്ച് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം സർക്കിൾസ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു കട്ട് കൊടുക്കാം ഇതുപോലെ. ഇനി ഇവിടെ ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഇതൊരു കോൺ ഷേപ്പിലാക്കി എടുക്കണം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു കോൺ ഷേപ്പ് കിട്ടണം നമുക്ക്. ഇതുപോലെ. ഇതാണ് നമ്മളുടെ ഫ്ലവർ. എത്ര സിമ്പിളാണ് നോക്കിയേ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതേ മെത്തേഡിൽ. ഇനി നമുക്കതിൻ്റെ സ്റ്റെം വേണം, അതിൻ്റെ തണ്ട്. അപ്പോൾ അതിനൊരു ഗ്രീൻ കളർ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കളർ പേപ്പർ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് A4 പേപ്പറിൽ ചെയ്യാം. നിങ്ങൾ പേപ്പർ കളർ ചെയ്തിട്ട് ക്രയോൺ വെച്ച് കളർ ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. കുട്ടികൾക്കൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അവിടെ എത്തുമ്പോൾ ഗ്ലൂ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലൊരു സ്റ്റെം എടുക്കുക. ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് ഞാനൊരു ഫ്ലവർ വെച്ച് കൊടുക്കണതാ. ഒരു ഫ്ലവറെന്നോ ഒരു പെറ്റലെന്നോ എന്താ വെച്ചാൽ നമുക്ക് പറയാം. ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതൊന്ന് സെറ്റായി കിട്ടണം കേട്ടോ. അപ്പം ഞാൻ സെറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യണില്ല, അതിന് മുന്നേ തന്നെ ഓരോന്ന് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്തിരി സമയം അതിന് വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ നന്നാവും. ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ 2 3 ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അകലത്തിൽ വെച്ച് കൊടുക്കണ്ട, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ആ സ്റ്റെമ്മ് വല്ലാണ്ട് കാണുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. കുറച്ച് അടുത്തടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചുകൂടി നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെയൊക്കെ സെൻറ്ററിൽ ഓരോ ബീഡ് വെച്ച് കൊടുക്കുകയാണ്. ബീഡ്സ്, മുത്തുകൾ ചെറിയ. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്ലിറ്റർ പൗഡർ ഉണ്ടെങ്കിൽ പശ ഇത്തിരി ആക്കിയിട്ട് ഗ്ലിറ്റർ പൗഡറും വെച്ച് കൊടുക്കാം, അപ്പോഴും ഭംഗിയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ എല്ലായിടത്തും ബീഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ റെഡിയായി. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ പിന്നെ ഒരു 2 3 ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലൂ, പിന്നെ ഒരു പിങ്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു വയലറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർഫുള്ളായിട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാണുന്ന ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. അപ്പോൾ മറ്റൊരു ഈസി ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.